പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിഷേധിക്കേണ്ട കാര്യം. അത് ഒരു മാസം മുമ്പാണത് പറഞ്ഞത്. തീരുമാനം എടുത്താൽ മത്സരിക്കുക എന്നുള്ള ഡിമാൻഡൊന്നുമല്ല എന്ന് ഉന്നയിച്ചത്. ഞാനങ്ങനെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന അവളുടെ അപൂർവം. ഇത്തവണ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരം ജയിക്കും എന്തായാലും. ആളുകൾ വന്ന് പറയല്ലേ, അതുകൊണ്ടാണല്ലോ മുന്നോട്ട് വന്ന് പറയല്ലേ. ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളൊരു മഹാകാര്യമല്ല. പക്ഷേ പാർട്ടിയുടെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും അസംബ്ലിയിൽ പോയി ഭംഗിയായി പറയാനും അവിടെ വരുന്ന ഏത് കാര്യ വെല്ലുവിളികളെയും നേരിടാനും പോയിൻ്റ് ഓഫ് ഓർഡർ ആയാലും മറ്റ് ആരോപണം എല്ലാം നേരിട്ട് മറുപടി പറയാൻ പറ്റിയ കുറേ ആൾ വേണം അവിടെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, SLC വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഇന്നത്തെ ഈ ആലപ്പുഴ ജില്ല ഇല്ല. ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടത് 57-ന് ശേഷമാണ്. 57-ലാണ്. അപ്പോൾ അന്ന് പാർലമെൻറ്റിലേക്ക് ഭരണിക്കാവ് മണ്ഡലമാണ്. ഭരണിക്കാവ് മണ്ഡലം എന്നൊരു മണ്ഡലം ഉണ്ടാകും. ഇന്നത്തെ കൊല്ലം ആലപ്പുഴയോടൊക്കെ ചേർന്നതാണ്. അവിടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് M. ഗോവിന്ദൻ നായരാണ്. പാർട്ടി ഒന്നല്ലേ. പിന്നെ PK കൊടിയൻ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അന്ന് മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി അയ്യങ്കാളി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജയിക്കുന്നത്. M. ഗോവിന്ദൻ നായരാണ് പാർലമെൻറ്റിൽ പോയത്. അതാണ് അന്നത്തെ ഓർമ്മ. പിന്നെ വിമോചന സമരം കഴിഞ്ഞ് ഉള്ള ഇലക്ഷനിൽ മാവേലിക്കര അസംബ്ലി മണ്ഡലമുണ്ട്. അവിടെ പഴയ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഒരു ആദർശശാലിയായിരുന്നു അദ്ദേഹം. KK ചെല്ലപ്പൻ പിള്ള എന്ന് പറയുന്ന നേതാവാണ് അവിടുന്ന് അന്ന് ജയിച്ചത്. പിന്നെ 12 റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസി വന്നു. അവിടുന്ന് CPM നേതാവായിരുന്ന PK കുഞ്ഞച്ചൻ ജയിച്ചു. പാർലമെൻറ്റിലേക്ക് ദ്വയാംഗ മണ്ഡലമായിരുന്നു. റിസർവേഷനും അന്നും PK കുഞ്ഞച്ചൻ ജയിച്ചിട്ടുണ്ട് പാർലമെൻറ്റിലേക്ക്. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണുള്ളത്. അപ്പോൾ ആ കാലത്ത് എനിക്ക് വോട്ടവകാശം കിട്ടിയത് 18 വയസ്സിന് ശേഷമാണല്ലോ. അപ്പം സ്കൂളിൽ നിന്നൊക്കെ വിട്ടതിന് ശേഷമാണ്. പിന്നെ ഞാൻ കൊല്ലത്ത് MAക്ക് പഠിക്കാൻ വേണ്ടി SN കോളേജിൽ ചേർന്നു. 67 രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവിടെയായിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയൊക്കെ പ്രസംഗിക്കാനും മറ്റുമൊക്കെ പോയിരുന്നു. 67-69 EMS ഗവൺമെൻറ് കാലത്താണ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച കോസല രാമദാസ് ആറ്റിങ്ങൽ രാജിവെച്ചു. അവർ മറ്റേ തീവ്രവാദ ലൈനിലേക്ക് പോയിട്ട് പാർലമെൻ്ററി ഡെമോക്രസി വിശ്വാസമില്ല, അദ്ദേഹം രാജിവെച്ചു. ബൈ ഇലക്ഷൻ വന്നു. അപ്പോൾ ബൈ ഇലക്ഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ SN കോളേജിൽ സ്ക്വാഡ് പോയി എന്നെ ഉൾപ്പെടുത്തിയിരുന്നു. ഞങ്ങളവിടെ പോയി പ്രസംഗിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന കാട്ടായി കോണം B. ശ്രീധരൻ അവിടെ ജയിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തെ MLA എന്നാണ് വിളിക്കുന്നത്. പിന്നെ മരിക്കുന്നതിന് വരെ എല്ലാവരും MLA എന്ന് പറഞ്ഞാൽ കാട്ടായി കോണം ശ്രീധരൻ. പിന്നെ ഞാൻ മത്സരിക്കാൻ തുടങ്ങിയത് 1982-ലാണ് ആദ്യമായിട്ട് മത്സരം. കുട്ടനാട്ടിലാണ്. അപ്പോൾ 80-ൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന S. രാമേന്ദ്രൻപിള്ള ഇവിടെ ജില്ലാ സെക്രട്ടറിയായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചു. പുള്ളിയിടയ്ക്ക് കൊണ്ടുവന്ന് ജില്ലാ സെക്രട്ടറി ആക്കി. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കുട്ടനാട് താലൂക്ക് സെക്രട്ടറിയായിട്ട് എൻ്റെ അയച്ചു. താലൂക്കാണ്, 12 പഞ്ചായത്തുള്ള. അവിടെ 2-3 വർഷം പ്രവർത്തിച്ചു. വളരെ പ്രവർത്തിച്ചു. പാർട്ടിയുടെ തൃശ്ശൂർ സ്റ്റേറ്റ് സമ്മേളനത്തിൽ തന്നെ കുട്ടനാട് താലൂക്കിലെ പ്രവർത്തനത്തെപ്പറ്റി ഒരു പാരഗ്രാഫ് തന്നെ വന്നു. സാധാരണ താലൂക്ക് പ്രവർത്തനം വരില്ല. അവിടെ പാർട്ടി മെമ്പർമാരൊന്നും വളരെ കുറവല്ല. 100-300 പേരേ ഉള്ളൂ താലൂക്കിൽ. എല്ലാം കർഷക തൊഴിലാളി പ്രസ്ഥാനമാണ്. അതിൻ്റെ ഡോമിനേഷനാണ്. പാർട്ടി അതിനോടൊപ്പം വളർന്നില്ല. നമ്മൾ 1500-ലേറെയാക്കി പാർട്ടി മെമ്പർഷിപ്പ് വളർന്നു. കർഷക തൊഴിലാളി പ്രസ്ഥാനം വളർന്നു. പാർട്ടി ഓഫീസ് പണിഞ്ഞു സ്വന്തമായി. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് സ്വന്തമായി പാർട്ടി ഓഫീസ് വാങ്ങിച്ചു കൊടുത്തു. കേസുകളുണ്ട് സൈഡ്. അങ്ങനെ മൂവ്മെൻ്റൊക്കെ വലിയ തരത്തിൽ വളർന്നതുകൊണ്ട് ഈ തൃശ്ശൂർ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 82-ലെ ഇലക്ഷൻ വരുമ്പോൾ ഞാനവിടെ താലൂക്ക് സെക്രട്ടറിയാണ്. അപ്പോൾ മത്സരിക്കണമെന്ന് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി അങ്ങ് തീരുമാനിച്ചു.
അവിടെ പാർട്ടി മത്സരിച്ചാലൊന്നും ജയിക്കത്തില്ല. കുട്ടനാട് അസംബ്ലി മണ്ഡലം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ 12 പഞ്ചായത്തില്ല. കുട്ടനാട്ടിലെ 9 പഞ്ചായത്തും അരിപ്പാട്ടെ വിയപുരം കൂടെ ചേരുന്നതാണ് കുട്ടനാട്. കൈനഗിരി, നെടുമുടി, തകഴി 3 കുട്ടനാടൻ പഞ്ചായത്തുകൾ അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. 2006 ഇലക്ഷൻ വരെ അത് അമ്പലപ്പുഴ മണ്ഡലത്തിലായിരുന്നു. 2010 കഴിഞ്ഞപ്പോൾ മാറി. കുട്ടനാട്ടിൽ താലൂക്ക് മൊത്തം ഒരു മണ്ഡലം. പിന്നെ ആലപ്പുഴയിലെ കുട്ടനാടൊക്കെ പോയതോടുകൂടി ആലപ്പുഴയിലെ 27 മുനിസിപ്പൽ വാർഡ് കൂടി അമ്പലപ്പുഴയ്ക്ക് ചേർത്ത്. അതും 5 പഞ്ചായത്തും ചേരുന്നതാണ് അമ്പലപ്പുഴ. വ്യത്യാസം ഇപ്പം നിലനിൽക്കുന്നതാണ്. അപ്പം ജയിക്കത്തില്ല അവിടെ 10,000. അതിനു മുമ്പ് KP ജോസഫ് എന്ന് പറയുന്ന കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന നേതാവാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നാണ്. ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലൊന്നും ഒന്നുമില്ല, ചെറുപ്പമല്ലേ. അദ്ദേഹം മത്സരിച്ച് 10,000 വോട്ട് തോറ്റതവിടെ. അവിടെ കേരള കോൺഗ്രസിൻ്റെ ആധിപത്യമാണ്. ഇന്നിപ്പോൾ കേരള കോൺഗ്രസ്സൊക്കെ തുലവും നിർബലാണ്. CPM കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മത്സരിച്ച്. പക്ഷേ 2,867 വോട്ടിൻ്റെ കുറവേ വന്നുള്ളൂ. 10,000 അങ്ങ് പോയി. ഭയങ്കര മത്സരമായിരുന്നു. അത് തന്നെ അത്രയും തന്നെ കുറഞ്ഞ് തോക്കാൻ കാരണം BJP സ്ഥാനാർത്ഥി അങ്ങ് പിന്മാറി. അവർ സ്ഥാനാർത്ഥി അങ്ങ് പിൻവലിച്ചു. അവർക്ക് 7,000 വോട്ടുണ്ടെന്ന് അവിടെ. അവർ മത്സരിച്ച് ഞാൻ ഉറപ്പായിട്ട് ജയിച്ചാൽ ഞാൻ ജയിക്കരുതെന്ന് നമുക്ക് വാശിയായി. കാരണം അന്ന് BJPക്ക് ഇന്ത്യയിൽ ഭരണവും അങ്ങനെ എന്നുള്ള പ്രതീക്ഷകളോ എന്നുള്ള കാലമല്ലേ. 82 ഈ വൈരാഗ്യം വരാൻ അവർക്ക് കാരണം കുട്ടനാട്ടിൽ അവിടെ മലബാറിലെ തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളുണ്ടായ പോലെ CPIM കേഡർമാരും RSS കേഡർമാരും തമ്മിലുള്ള കായികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ധാരാളം നടക്കുന്ന കാലമാണ്. തലശ്ശേരിയാണ് അതിൻ്റെ കേന്ദ്രം. കുട്ടനാട്ടിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു. ചില അവരുടെ പ്രവർത്തകരൊക്കെ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് വയനാടൻ തമ്പാനൊക്കെ പറയുന്ന വലിയ വീരകൃത്യങ്ങൾ നടത്തുന്നു അവർ പ്രചരിപ്പിക്കുന്ന ഒരാളൊക്കെ വന്നിവിടെ ഞങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല. ആ ഒരു അവസരത്തിലാണ് ഇവിടെ വലിയ ഫൈറ്റ് നടന്നു. കുറേ ഏറ്റുമുട്ടലുകൾ നടന്നു. അവസാനം ഇവരെ പൊങ്ങാന്നൊരു സ്ഥലമുണ്ട് അവിടെ, നെടുമുടി പഞ്ചായത്ത്, നമ്മുടെ AC റോഡില്ല. ഒരു പാർട്ടി പ്രവർത്തകനായ ഒരു SC പെട്ട ഒരു രാജുവിനെ രാവിലെ അങ്ങ് വെട്ടിക്കൊല്ലുക. വൈകുന്നേരം ആയപ്പോൾ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന അവരുടെ പ്രധാന കേഡറെ അയാളും മരണപ്പെട്ടു. അപ്പോൾ 2 ദിവസം പിന്നെ അങ്ങ് സ്പ്രെഡായി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഒരു 6-7 പേര് വീതം അപ്പുറം ഇപ്പുറമൊക്കെ മരിച്ചു. ഒടുവിൽ ഇവരെ മങ്ങൊമ്പം മഠത്തിലാണ് ഇവരുടെ ക്യാമ്പ്. അവിടെ വേറെ പഴയ ബ്രാഹ്മിൺസൊന്നും താമസമില്ല, എല്ലാം ഒഴിഞ്ഞു കിടക്കുക. ആ മഠത്തിലാണ് ഇവിടെ ക്യാമ്പും എല്ലാം. നല്ല സൗകര്യം, ആരും അങ്ങോട്ട് ചെല്ലത്തില്ല. ആറൊഴുകയല്ലേ ഇടയ്ക്കൂടെ. AC റോഡിൽ നിന്നൊരു 100 മീറ്റർ വടക്കോട്ട് പോയി വലിയ ആറാണ്. ആറൊഴുകി കഴിഞ്ഞാൽ ആലപ്പുഴ തൊട്ടപ്പിള്ളേർക്ക് പോകുന്ന ആറാണ്. അതിൻ്റെ അക്കരെ ആണ് ഈ മഠം. വേറെ ആരും അങ്ങോട്ട് ചെല്ലത്തില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ചാളുകൾ രാത്രിയിലൊരു 3 മണി സമയത്ത് പന്തമൊക്കെ കത്തിച്ച് വെച്ച് ഇക്കരയ്ക്ക് വന്ന് പന്തമൊക്കെ കൊളുത്തി അവരെ നോമ്പുകാളി ഭദ്രകാളി എന്നുള്ള മുദ്രാവാക്യം വിളിക്കുമായിരുന്നു. വരുന്ന വഴിക്കൊക്കെ പാർട്ടി പ്രവർത്തകരാണ്. ഈ ചെത്തുള്ളാറിന് ഓഫീസും പാർട്ടി ഓഫീസും എല്ലാം ഒന്നവിടെ. പാർട്ടിക്ക് സ്വന്തമായി കെട്ടിടം അന്നില്ല. പിന്നെ ഞാൻ സെക്രട്ടറി ആയി കഴിഞ്ഞ പാർട്ടി കെട്ടിടം അവിടെ ഉണ്ടാക്കി, പുതിയ കെട്ടിടം ഉണ്ടാക്കി. അപ്പോൾ ആ ചെത്തുള്ളാറിന് ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി അൻഡും തരുണ്ടായിരുന്നു. അയാളുടെ വീട് വരുന്ന വഴിക്കാണ്. അയാളുടെ കൈയും കാലുമൊക്കെ വെട്ടിമുറിച്ചു. അവിടെയൊക്കെയുള്ള വീടിന് ആക്രമണം നടത്തി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവരെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലൊക്കെ തീയിട്ടു. ചെത്തുള്ളാറിന് ഓഫീസിൽ തീയിട്ട് അത് കത്തിപ്പോയി കംപ്ലീറ്റ്. നല്ലൊരു ബോട്ടുണ്ടായിരുന്നു, ഒരു പുതിയ നല്ല ബോട്ട്. ചെത്തുള്ളാറിന് സാമ്പത്തിക ശേഷിയുള്ള 1000 ചെറുവാനും ചെത്തുള്ളാറിലുണ്ട്. ഒറ്റ യൂണിയനുണ്ട്, വേറെ യൂണിയൊന്നും അവിടെ ഇല്ല. ഒരു നല്ല ബോണസും മാസവരിയൊക്കെ നന്നായിട്ട് കൊടുക്കും. ബാങ്ക് ബാലൻസുള്ള യൂണിയനാണ്. ആ പുതിയ ബോട്ടം കത്തിച്ച് കളഞ്ഞു. ഇക്കരെ വന്ന് പാർട്ടി ഓഫീസിനകത്ത് കയറി പാർട്ടി ഓഫീസ് പോകുമ്പോട്ടും അതെല്ലാം പോയി. 2 സഹകട അതിനകത്തുണ്ടായിരുന്നു. MM ആൻ്റണി കർഷകരുടെ നേതാവ്, പിന്നെ രാമേന്ദ്രൻ കണ്ടല്ലൂരിലുള്ള നേതാവാണ്. ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്.
പഴയ ജില്ലാ സെക്രട്ടറി എന്നെ കേൾക്കാൻ ചെല്ലപ്പോൾ അനിതരാണ്. അവരേതോ കട്ടിലിൻ്റെ കീഴിൽ കയറി ഒളിച്ചതുകൊണ്ട് അവർ കണ്ടില്ല. ബാക്കിയൊക്കെ ഇതായി. എന്നിട്ട് റോഡിലോട്ട് AC റോഡിലൂടെ ഇറങ്ങി. ഇത് പാർട്ടി ഓഫീസ്, ഒരു ഇത്രയും മുറ്റം AC റോഡ്. അപ്പുറത്ത് ചേരി പോലെ ഇങ്ങനെ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റിലുള്ള വീട് തങ്കപ്പൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ബോട്ട് ഡ്രൈവറാണ് അയാൾ. അയാളുടെ വീടിന് തീ വെച്ചു. ഭാര്യയും ഒരു പെൺകുട്ടിയാണുള്ളത്, കൊച്ചുകുട്ടി. അവർക്ക് വെളിയിൽ ചാടി. തങ്കപ്പൻ ഇറങ്ങി അങ്ങ് ഓടി. ഒരു കുറേ പേരുണ്ടല്ലോ. തങ്കപ്പനൊരു ആചാര ബാഹുവാണ്. 5-6 പേരൊന്നും വന്നാലൊന്നും തങ്കപ്പനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അവിടെ ഈ തെങ്ങൊക്കെ ചാഞ്ഞ് കിടക്കും. കുട്ടനാടിൻ്റെ പ്രത്യേകതയാണ്. അടിയിലോട്ട് കല്ലും മണ്ണും ഇല്ലാത്തതുകൊണ്ട് തെങ്ങിങ്ങനെ ചാഞ്ഞ് കിടക്കും. അപ്പോൾ ഓടുമ്പോൾ തെങ്ങ് ഈ പടലിയെ ചാഞ്ഞ് കിടന്ന പടലിയെ തട്ടി ഇയാൾ വീണു. ഇവിടെ ശിരസങ്ങ് അറുത്തെടുത്തു ഒറ്റവെട്ട്. അതും തൂക്കി പിടിച്ച് ഓങ്കാളി ഭദ്രകാളി വിളിച്ച് മങ്ങുമ്പോൾ പാലത്തെ കൊണ്ടുവച്ചു. അപ്പോൾ ഒരു 4-4:30 മണിയായി കാണും. രാവിലെ എല്ലാം റോഡിൽ വരുമ്പോൾ തലയായിരിക്കുന്നത് ശിരസ്. തങ്കപ്പൻ്റെ അന്ന് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോഴത്തേക്കത് ഇങ്ങനൊരു കൊലപാതകമൊക്കെ ഉണ്ടായാലും ഇങ്ങനെ തലയർത്ത് കൊണ്ടുപോയി ജാഥയായിട്ട് ഓംകാളി ഭദ്രകാളി വിളിച്ചു കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് EMSഉം എമ്മങ്ങൂന്നാരൊക്കെ വന്നു. ഞാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മുടെ അവിടെ 157 അംഗം പ്രഖ്യാപിച്ചു. അവിടെ ഒരു മീറ്റിംഗ് അങ്ങോട്ട് പാർട്ടി ഓഫീസ് അവിടെ നടക്കാനും മാറ്റി രാമങ്കരി കൊണ്ടുപോയി. സോമനാഥൻ എന്ന് പറയുന്നൊരു സഹാബിൻ്റെ വീട്ടിലിൻ്റെ തിണ്ണയ്ക്കായി പിന്നെ പാർട്ടി ഓഫീസ്. അവിടെ വലിയ സൗകര്യം എന്നുള്ള വീടല്ല അദ്ദേഹത്തിൻ്റെ, പാർട്ടി പ്രവർത്തകനാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. ഈ ഒരു പ്രശ്നത്തിലാണ് എന്നെ എങ്ങനെയും തോൽപ്പിക്കണം. അപ്പോൾ ഇതിനകത്തൊന്നും എനിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല, അത് അവർക്കും അറിയാം. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ മാറ്റി കിടന്നത്. ആ വോട്ട് മൊത്തം കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് UDFൻ്റെ ഭാഗമായിട്ട്. അന്ന് ഒന്നാമത് കേരള കോൺഗ്രസ് കുറച്ച് സ്വാധീനമുള്ള കാലം അവർക്ക്. ഇപ്പോൾ കൂട്ടനാട്ടിൽ സ്വാധീനം കുറവ്. അങ്ങനെ ഞാൻ 2000 ചില്ലുവാൻ വോട്ട് തോറ്റു. അതാണ് ആദ്യത്തെ ഇലക്ഷൻ. അപ്പോൾ എനിക്കവിടെ വോട്ടില്ല. അന്നും എനിക്കവിടെ വോട്ടില്ല, ഞാൻ വോട്ടൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ വോട്ട് അന്നും അങ്ങ് മാവേലിക്കൽ താമരക്കുളത്ത് എൻ്റെ വീട്ടിൽ കിടക്കുക, വീട്ടിൻ്റെ അവിടെ ആക്കി വോട്ട് കിടക്കുന്നു. ഞാൻ രാവിലെ 5 മണിക്ക് അവിടെ പോയി വോട്ട് ചെയ്തു CPM സ്ഥാനാർത്ഥിക്ക്. തിരിച്ചിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു 9 മണിയായി. അപ്പോഴത്തേക്ക് ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങി. അതാണ് ആദ്യത്തേത്. പിന്നെ ഞാൻ അവിടെ മത്സരിച്ചു. പിന്നെ മത്സരിക്കുന്നത് 1996 കായംകുളത്താണ്. കായംകുളത്ത് മത്സരിച്ചവിടെ അന്നത്തെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവാണ് തച്ചടി പ്രഭാകരൻ. അവിടെ ധനകാര്യ മന്ത്രിയൊക്കെ ആയിരുന്നു. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു. വലിയ ഈ കർമ്മശേഷിയുള്ളൊരു നേതാവായിരുന്നു. നമ്മുടെ കറപ്ഷനും കാര്യങ്ങളൊക്കെ ആരോപണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സഹകരണ മേഖലയിലെ വലിയ അധികാരം പിണറായി വിജയൻ സഹായിട്ടൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അയാളെ ഞാൻ തോൽപ്പിച്ചു 3000 അടുത്തോട്ട്. ഞാനങ്ങനെ കായംകുളത്തു നിന്നാണ് ആദ്യം 5 ഇയേഴ്സും കിട്ടി. MLA ആയിട്ട് പ്രവർത്തിച്ചു. നായനാര് മുഖ്യമന്ത്രി. അപ്പം നിയമസഭയിലൊക്കെ പ്രസംഗിക്കാൻ ഞാൻ പ്രസംഗിക്കണം. നായനാർക്ക് ഭയങ്കര നിർബന്ധമാണ്. നീ പ്രസംഗിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നുള്ളൂ. അതുകൊണ്ട് ബഡ്ജറ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ പ്രസംഗിക്കായിരുന്നു. അങ്ങനായി. അത് കഴിഞ്ഞ് അവിടെ തന്നെ 2001 5 വർഷം അവിടെ തന്നെ മത്സരിക്കാൻ പറഞ്ഞു. മത്സരിച്ചു. ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് മദനിയെ പിടിച്ച് ജയിലിലിട്ടത്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ടോട്ടലായി ഒരു വിരക്തി വന്നിരുന്നു. കായംകുളത്താണ് 70,000-ഓളം മുസ്ലിം വോട്ടുണ്ട്. ആകെ വോട്ടിൻ്റെ 30% അവരാണ്. 1996 എനിക്ക് അവർ വോട്ട് ചെയ്തു. ഇത് കുറച്ച് ഒരു മൊത്തത്തിൽ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു. ഈ മുസ്ലിം മാസിൻ്റെ വോട്ട് കിട്ടിയില്ല. അത് ഒരു പ്രശ്നം. രണ്ടാമത് അവിടെ ഒരു എന്താ പറയുന്ന അതിന് മുമ്പൊരിക്കൽ MLA ആയ ഒരാൾ Apex MLA ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അയാളുടെ സഹോദരൻ ഒരാളുണ്ടായി. അയാൾ പാർട്ടിക്കാരനാണ്. മറ്റേ പാർട്ടി മെമ്പറൊന്നും അല്ല, പക്ഷേ ജനകീയമായിട്ട് അയാൾ MLA.
അദ്ദേഹം പാർട്ടി നേതാവാണ്. അവരെ സെറ്റെല്ലാം കൂടി നല്ല തരത്തിൽ നമുക്കെതിരായിട്ട് നായർ വിഭാഗത്തിനിടയിൽ നേരിട്ട് പോയിട്ട് വോട്ട് പിന്തിരിപ്പിച്ചു. ഇതാണ് ഉണ്ടായത്. ഹസൻ വന്നു മത്സരിക്കാൻ. ഒരു മുസ്ലിം വേവുണ്ടല്ലോ, ഇന്നലെ 1300 വോട്ടിനാണ് തോറ്റത്. വെറും 1300. അതാണ് പിന്നെ അവിടെ പിന്നെ ഞാൻ മത്സരിച്ചില്ല. പിന്നെ ഞാൻ മുന്നോട്ട് പോയി. അതിനു മുമ്പ് 1990 ഞാൻ പുതുതായി ജില്ലാ കൗൺസിൽ രൂപീകരിച്ചു. വയനാട് ഗവൺമെൻറ് ഡെപ്യൂട്ടി സ്പീക്കറുടെ പ്രോട്ടോക്കോൾ റാങ്കാണ് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് കൗൺസിൽ പ്രസിഡന്റ്. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ആ പവറൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. അന്ന് സർവ്വ പവറുമുണ്ട്. ഒരുപാട് വകുപ്പുകൾ ചെയ്ത് താഴോട്ട് കൊടുത്തു. ഹൈലി പവർഫുള്ളാണ്. ഇപ്പോൾ വീട് വെക്കാനുള്ള ലൈസൻസൊക്കെ കൊടുക്കേണ്ടതാണ് ജില്ലാ കൗൺസിലാണ്. നഗരത്തിലെ വലിയ പവറായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫസ്റ്റ് ജില്ലാ കൗൺസിൽ. അത് പിരിച്ചുവിട്ട് വേണം കരുണാകരൻ വന്നു. 38 മാസമേ വർക്ക് ചെയ്യാൻ സമ്മതിച്ചുള്ളൂ. കാരണം ആ സമയത്ത് 5 വർഷമാകുന്നതിന് മുമ്പ് 4 വർഷമായപ്പോൾ ഗവൺമെൻറ് അങ്ങ് രാജിവെച്ചു. നല്ല ഭൂരിപക്ഷത്തിൽ ജില്ലാ കൗൺസിൽ അല്ലെങ്കിൽ വലിയ 13 ജയിച്ചു. ഈ വിജയമെല്ലാം കണ്ടപ്പോഴേക്ക് അധികാരത്തിലിരിക്കുക ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അതങ്ങ് രാജിവെച്ച് വീണ്ടും ഇലക്ഷന് പോയി. പക്ഷേ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. കരുണാകരൻ ജില്ലാ കൗൺസിലിനെ എല്ലാം പിരിച്ചുവിട്ടു. അവരിതിനെതിരായിരുന്നു, അധികാരം കൊടുക്കുന്നതിനെതിരായിരുന്നു ആ പൊട്ടം. മന്ത്രിമാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് വലിയ പോസ്റ്റായിരുന്നു. ഞാനങ്ങനെ കൈനഗിരി, നെടുമുടി, തകഴി ഈ ഭാഗമെല്ലാം അടങ്ങുന്ന ഒരു ജില്ലാ കൗൺസിൽ സീറ്റിലാണ് ഞാൻ മത്സരിച്ചത്. കുട്ടനാട് തന്നെ മത്സരിച്ചത്. ഞാനപ്പോൾ 6000-ഓളം വോട്ട് ജയിച്ചു. ജില്ലാ കൗൺസിലിലേക്ക് 3 പഞ്ചായത്തിൽ പ്രസിഡന്റുമായി. അതാണ് മറ്റൊരു, അത് പിന്നെ പിരിച്ചുവിട്ട കഴിഞ്ഞപ്പോൾ അങ്ങനെ മത്സരിച്ചു. പിന്നെ ജില്ലാ കൗൺസിലൊന്നുമില്ല. പിന്നെ മത്സരിക്കാൻ പറഞ്ഞത് അമ്പലപ്പുഴയിൽ നിന്നാണ്. അത് 1987 പക്ഷെ 126 വോട്ട് തോറ്റു അന്ന്. അവിടെ CPIയുടെ പ്രശ്നം. 10,000 വോട്ട് ജയിക്കുമെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ CPIക്ക് അന്ന് ഏതാനും 1000 വോട്ടുണ്ട്. ഇവിടെ 7000-ന് മേലുണ്ട് അന്ന്. അപ്പോൾ അവരുടെ LC സെക്രട്ടറിയായ ഒരു സഖാവിനെ തിരുവോണ ദിവസം ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക, അമ്മയൊക്കെ ഇരുന്ന് ഊണ് കഴിക്കുമ്പോൾ CPM CPI സംഘടനത്തിൻ്റെ ഫലമായി ഇയാളെ പിന്നെ ആക്രമിച്ചു കൊന്നു, ഈ കുടുംബത്തിന് മുമ്പിൽ വെച്ച്. അതവർ ഇലക്ഷൻ കാലത്ത് വലിയ പ്രശ്നമാക്കി. ഇവിടെ ആലപ്പുഴ സീറ്റുണ്ട്. ആലപ്പുഴ സീറ്റ് മുനിസിപ്പാലിറ്റി മൊത്തമുള്ള സീറ്റാണ്. ഇപ്പോഴത്തെ 27 വാർഡ് ഇവിടെയും. ബാക്കി ആലപ്പുഴ എന്നുള്ള പേരിൽ അങ്ങോട്ട് പഞ്ചായത്തോട് ചേർന്നല്ല. അപ്പോൾ അവരെ ഈ എന്താ പറയുന്നത്, ഈ CPI പ്രവർത്തകർ ഞാൻ വെട്ടേറ്റ് മരിച്ച് ഞാൻ മറന്ന് കിടക്കുന്ന, രക്തമൊഴുകി കിടക്കുന്ന വലിയ സ്ക്രീനൊക്കെ ഉണ്ടാക്കി പണ്ട് ഈ കൈവണ്ടി ഉണ്ടായിരുന്നു, മുമ്പ് തള്ളിക്കൊണ്ട് പോകണേ സിനിമയുടെ പ്രചാരണത്തിന്. ഒരു കാലത്ത് 2 സൈഡിലോട്ടും ഇയാൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് ഇലക്ഷൻ കാലത്ത് മണ്ഡലത്തിൽ മൊത്തം കൊണ്ട് നടന്ന് പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയാണ്. നമ്മളോടുള്ള വിരോധമല്ല, നമുക്കതുമായിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ആ വിരോധം. ഞാൻ VSൻ്റെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ മട്ടിലാണ് അന്ന് അവർ പ്രചരിപ്പിച്ചത്. അപ്പുറത്ത് PK വാസുദേവനൊക്കെ വന്ന് റോസമ്മ ന്യൂസിന് വേണ്ടി പ്രസംഗിക്കുക. ഇവിടെ നമ്മളെ വിളിച്ചിട്ട് തന്നില്ല. പകരം S. കുമാരൻ MP തന്നു. S. കുമാരൻ രാജ്യസഭ MP. S. കുമാരന് പൊതുജനങ്ങളുടെ ഇടയിലൊരു PKയുടെ ഒരു ഇതല്ലല്ലോ. PK വരുന്ന പോലെയുള്ള എഫക്റ്റ് കിട്ടത്തില്ല. അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവിടെ 7000 ചില്ലുവാന വോട്ട് പോയി നമ്മുടെ കയ്യിൽ നിന്ന്. കിട്ടിയ ഒറ്റ വോട്ടും തന്നില്ല. അപ്പോൾ അമ്പലപ്പുഴ C. രാധാകൃഷ്ണൻ പറയും, CPI നേതാവ്, ഞങ്ങൾ മനപ്രയാസത്തോടുകൂടി അങ്ങനെ ഒരു തീരുമാനമായിപ്പോയി. സാർ വന്നതിന് ജയിച്ചു പോകേണ്ടതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഇതാണ് സംഭവിച്ചത്. കായംകുളത്ത് രണ്ടാമത് സംഭവിച്ചത് ഇതുപോലെ വേറൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു. അപ്പോൾ 124 വോട്ടിന് ദിനകരൻ ജയിച്ചത്, 124 എന്നാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 96 കായംകുളത്ത് വന്ന് മത്സരിച്ച് അവൻ ജയിച്ചായിരുന്നു ഞാൻ പറഞ്ഞു. പിന്നെ 2006 അമ്പലപ്പുഴ മത്സരിക്കുന്നത്. ആ അമ്പലപ്പുഴ മണ്ഡലം കഴിഞ്ഞ കുട്ടനാട്ടിലെ 3 പഞ്ചായത്തോട് ചേർന്നതാണ് അന്ന്. ഞാനിപ്പോൾ 12,000 വോട്ട് ജയിച്ചു. 7,000 വോട്ട് കുട്ടനാട്ടിൽ നിന്നും 5,000 വോട്ട് 5 പഞ്ചായത്തിൽ നിന്നാണ് കിട്ടി. ന്യൂസ് പ്രസംഗിച്ചു. മാനാനല്ല VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി. 2006 എന്നെ മിനിസ്റ്ററാക്കി. സഹകരണം, ദേവസ്വം, കയറ്, നല്ല 3 വകുപ്പുകളായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും എല്ലാവരും പറയും ഈ 3 വകുപ്പിൽ. കയർ വകുപ്പിൽ പിന്നെ അതുപോലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് തൊഴിലാളികളെല്ലാം പറയുന്നത്. ഒത്തിരി ഇന്നോവേഷൻസും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 2011 അടുത്ത ഇലക്ഷൻ വന്നു. അമ്പലപ്പുഴ തന്നെ മത്സരിച്ചു. ഞാൻ ജയിച്ചു 17,000 വോട്ട്. ഗവൺമെൻറ് വന്നില്ല. പിന്നെ 2016 എന്നെ മത്സരിപ്പിച്ചു. ഞാൻ 23,000 വോട്ടിന് ജയിച്ചു. അപ്പോൾ 12, 17 അങ്ങ് കയറുകയായിരുന്നു വോട്ട്. അങ്ങനെയാണ് അതുവരെ ഉണ്ടായിരുന്ന വോട്ടെടുപ്പ്. ഈ 23,000, 12,000, 17,000 കിട്ടുമ്പോഴും ചെറിയ തരത്തിലൊക്കെയുള്ള നമ്മുടെ ചോർച്ചകൾ, വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ 2016, 21 പീരീഡിൽ ആണ് PWD മിനിസ്റ്ററായിട്ട് ഈ റോഡുകളും പാലങ്ങളും സർക്കാർ ഓഫീസുകളും എല്ലാം നിർമ്മിച്ചത്. ഭയങ്കര പേരായിരുന്നല്ലോ, ഗവൺമെൻറ്റിന് തന്നെ പേര്. അടിസ്ഥാന വികസനം ഗംഭീരമായി. അതുപോലെ പല വകുപ്പുകളും മെച്ചപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, കൃഷി വകുപ്പ്, സിവിൽ സപ്ലൈസ്, ബന്ധപ്പെട്ട എല്ലാ വകുപ്പും മെച്ചപ്പെട്ടു. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നത് PWD നിർമ്മാണങ്ങളാണല്ലോ. അതാണ് ഇപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് ആസ്വദിക്കാറുണ്ട്. 2006 ദേവസ്വവും കയറും. ദേവസ്വം ഹിന്ദുക്കൾക്കല്ലേ ഉള്ളൂ. എന്നാലും ഇവിടെ ഒരുപാട് മാറ്റം വരുത്തി. അതുവരെ ഇല്ലാത്ത ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഒരുപാട് വൃത്തികൾ ഞാൻ എടുത്തു കളഞ്ഞു. പുതിയ ദേവസ്വം നിയമം തന്നെ അസംബ്ലി പാസ്സാക്കി എടുത്തു. അതൊക്കെ ചെയ്തു. അപ്പോൾ ഈ 2016 ജയിച്ചു. വലിയ വികസനങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെ മുഴുവൻ ഡെവലപ്മെൻറ്റ്സാണ്. ഈ റോഡ് വരെ ഇത് കിടക്കുന്നത്. കുട്ടനാട് കായലിലേക്ക് പണിഞ്ഞ റോഡാണ്. ഇത് വെറും വെള്ളപ്പൊക്ക കാലത്ത് വെള്ളം കയറി കിടക്കുന്ന ഒരു തോടായിരുന്നത്. അത് എവരിവെയർ നാഷണൽ ഹൈവേ 6 വരിയാക്കാനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും ഞാനും കൂടി മോദിയെയും ഗഡ്കരിജിയെയും പോയി കണ്ട് അതിനുള്ള അനുവാദമെല്ലാം തന്നു. 30 മീറ്റർ എന്നുള്ളത് 60 അവർ പറഞ്ഞു. നമ്മുടെ 32 മറ്റ് 45. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പിന്നത്തെ ഗവൺമെൻറ്റാണ് എടുത്തത്. അതിനുള്ള വരകളും എല്ലാം കുറിച്ച് എല്ലാ പ്രോജക്റ്റും ശരിയാക്കി വെച്ചു. തീരദേശ ഹൈവേ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6,500 കോടി രൂപ ചെലവിൽ തെക്ക് വടക്ക് തീരദേശ ഹൈവേ. അപ്പോൾ പണിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഒരു 10 രൂപ അംശം ഇപ്പോഴും തീർന്നിട്ടുണ്ട്. ഒരുപാട് അപ്പുറത്ത് മലയോര ഹൈവേ ഇതുപോലെ തന്നെ തെക്ക് വടക്ക് 500-550 കിലോമീറ്റർ. അതിപ്പോൾ മിക്കവാറും തീരാറായി. നമ്മുടെ കാലത്ത് തന്നെ കുറച്ച് തുടങ്ങി. ഇപ്പോൾ അത് മിക്കവാറും തീരാറായി. ദേശീയപാത അങ്ങനെ വലിയ ഗതാഗത സംവിധാനങ്ങൾക്ക് വലിയൊരു മാറ്റം വന്നു. അപ്പോൾ 2016 പിന്നെ 21 കഴിഞ്ഞു. 21 വേണ്ടി ഇലക്ഷൻ വരികയല്ലേ. അപ്പുറത്ത് തോമസ് ഐസക് മിനിസ്റ്ററാണ്. തോമസ് ഐസക് ഞാനും വീണ്ടും മത്സരിക്കണമെന്ന്. മത്സരിച്ചാൽ 2 സീറ്റും പിന്നെ ഒന്നും വിഷമിക്കണമെന്ന് ഉറപ്പായിട്ട് ജയിക്കും. ജില്ലയാകെ അതിൻ്റെ ഒരു പ്രചോദനം വരുമെന്നൊക്കെ പറഞ്ഞ് പാർട്ടി ജില്ലാ നേതൃത്വം, ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ 2 പേരുടെയും പേര് ശുപാർശ ചെയ്ത് അയച്ചു വീണ്ടും. അപ്പോഴാണ് മറ്റേ 2 ടേം തുടർച്ചയായിട്ട് ജയിച്ചവരോ മത്സരിച്ചവരോ 2 ടേംസ് അത് വേണ്ടതില്ല എന്ന് ഇങ്ങോട്ട് അറിയിപ്പ് വന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും കമ്മിറ്റി കൂടി ഞങ്ങൾ 2 ഒഴിവായി. അപ്പോൾ പകരം 2 പേര് വേണ്ടേ. അതിലിവിടെ സലാമിനെയും അപ്പുറത്ത് ചിത്തരഞ്ജൻ്റെയും പേര് ഞാൻ തന്നെ സെക്രട്ടറി പറയും. ഈ 2 പേരുടെ പേര്. ചിലർക്കൊക്കെ മനസ്സ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വരസഹകരി പറഞ്ഞാണോ കണ്ടോ, എതിർക്കാനും വയ്യ. പിന്നെ ചില സംഭവമൊക്കെ ഉണ്ടായപ്പോൾ അനുഭവിക്കാന്നൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞവരുണ്ട്. മനസ്സിലായി, അനുഭവിച്ചോളാം, എന്തനുഭവിക്കാൻ.
അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെ സലാമിനെ എൻ്റെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ക്യാമ്പയിൻ ജി സുധാകരൻ സാറിന് അനുയായി പിൻഗാമിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ പറയുന്നത്. നോട്ടീസും എല്ലാം അങ്ങനെ തന്നെ. ഇലക്ഷൻ കൺവെൻഷൻ നടന്നു. അദ്ദേഹത്തിന് ഞാൻ അധ്യക്ഷനായിരുന്നു. എസ് രാമേന്ദ്രൻ നമ്മുടെ പോൾ ബ്യൂറോ അവർ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ കൺവെൻഷൻ സ്ഥലത്ത് തന്നെ ആ തൊട്ടടുത്ത് ഞങ്ങളുടെ ഓഫീസുണ്ടായിരുന്നു. ഇലക്ഷൻ അവിടെ പോയി ഇലക്ഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും പ്ലാൻ ചെയ്തു. എവരിത്തിങ് പ്ലാൻ ചെയ്ത് സന്ധ്യയായപ്പോഴാണ് ഞങ്ങൾ പിരിച്ചത്. രാവിലെ തുടങ്ങിയ കൺവെൻഷൻ എല്ലാ കാര്യം ചെയ്തു. മണ്ഡലത്തിലെ ടൗണിലെ 27 വാർഡും 5 പഞ്ചായത്തും 9 മേഖലകൾ. ഒരു പഞ്ചായത്ത് 2 മേഖല വരും. 19 മേഖലകളാക്കി മാറ്റി. മൊത്തത്തിൽ 5 പഞ്ചായത്ത്, 2 10, അവിടെ 9, അത് 27 വാർഡ്. ആ എല്ലാ മേഖലാ കൺവെൻഷനിലും ഞാൻ പോയി. മിക്കവാറും എല്ലാം ഉദ്ഘാടനം ചെയ്തു. പിന്നെ സ്ഥാനാർത്ഥിയുടെ പര്യടനം വന്നു. 5 എണ്ണം ഞാൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു ചില യോഗത്തിൽ പോയി. പിന്നെ എനിക്ക് ആ സമയത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ആലപ്പുഴയ്ക്ക് പുറമെ ഇവിടെ എല്ലാം പ്രസംഗിക്കാൻ വേണ്ടി കത്ത് തന്നു. പോയി പ്രസംഗിക്കണം. മിനിസ്റ്ററായിരുന്ന ആളല്ലേ. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കുന്ന അയാൾ തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിലെ മരാമത്ത് മന്ത്രിയല്ലേ. മറ്റേ പാലാരിപ്പെട്ട ഇഷ്യൂവിൽ അയാൾക്കെതിരെ ഇത് വന്ന് കേസൊക്കെ ജയിലിലൊക്കെ അടച്ച് നമ്മുടെ കാലത്താണ്. അപ്പോൾ അവിടെ നിർബന്ധമായിട്ട് പ്രസംഗിക്കണമെന്ന് പി രാജീവ് അദ്ദേഹം മത്സരിച്ചു. അതിവിടെ വന്നിരുന്നു. ഇന്നലെയാവുന്നു സന്ധ്യയായപ്പോൾ. ഞാനവിടെ പോയി കുറേ പ്രസംഗമൊക്കെ നടത്തി. അതുപോലെ ഏറ്റുമാനൂർ പ്രസംഗിക്കാം. അവിടെ പോയി പ്രസംഗിച്ചു വാസവിന് വേണ്ടി. വീണ ജോർജ് നിർബന്ധം. ആറന്മുള പോയി പ്രസംഗിച്ചു. പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് വേണ്ടി പ്രസംഗിച്ചു. കൊല്ലത്ത് മുകേഷിന് വേണ്ടി പ്രസംഗിച്ചു. അടൂരിൽ മറ്റേ ഗോപകുമാറല്ലേ, അത് അവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ഇവിടെ എല്ലാം പ്രസംഗിച്ചു. ചങ്ങനാശ്ശേരി പ്രസംഗിച്ചു. പിന്നെ ആലപ്പുഴ ജില്ലയിൽ എല്ലായിടത്തും പ്രസംഗിച്ചു. അങ്ങനെ ക്യാമ്പയിനൊക്കെ നടത്തി. ഇവിടെയും നടത്തി. അത്ര സമയം മാത്രം ഞാൻ അവിടെ എല്ലാം പോയത്. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി നിർദ്ദേശാനുസരണമാണ് പോയത്. അങ്ങനെ 2021 ക്യാമ്പയിൻ സജീവമായിട്ട് വന്നു. നമുക്ക് ഭൂരിപക്ഷം കിട്ടി. 99 സീറ്റ് കിട്ടി. ഈ സീറ്റും ആലപ്പുഴയിലെ 9-8 സീറ്റും ജയിച്ചു. ഒരു NCP കൂട്ടാനാണ് 2 CPI, 1 CPI ചേർത്തല. ബാക്കി 1 രമേശ് ചെന്നിത്തല. ബാക്കി 3 കഴിഞ്ഞ് 6 ഞങ്ങളാണ്. അല്ലെങ്കിൽ 9-8 LDF ആണ്. 2016 9-8 കിട്ടി. 11-9 7 കിട്ടി. പക്ഷേ 2006 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 11 സീറ്റാണ്. പന്തളം മാരാരിക്കുളന്ന് 2 സീറ്റും കൂടി ഉണ്ടായിരുന്നു. 9-2. ആ 11 5 കൊണ്ട് ഞങ്ങൾക്ക് അന്ന് 6 LDF ആണ്. UDF ആണ്. അതുമാറിയാണ് 11 7 16 8 9 8 21 9 അത് കഴിഞ്ഞുള്ള ഇലക്ഷനായി പോയിരുന്നു. ഇവിടെ എല്ലാം തന്നെ മത്സരിച്ച് ചില സമയത്ത് തോറ്റത് ഒക്കെ തന്നെ വോട്ടർമാരുടെ ഇഷ്ടക്കേടുകൊണ്ടല്ല. മറ്റു ചില സംഭവങ്ങളൊക്കെ നടന്നത് വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകുന്നതിൻ്റെ പേരൊന്നും പറയുന്നില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്. ആലപ്പുഴയിലെ ഏത് സീറ്റിൽ മത്സരിച്ചാലും പാർട്ടി മത്സരിപ്പിച്ചാൽ ഞാൻ ജയിക്കും. ഇന്ന സീറ്റൊന്നുമല്ല. പിന്നെ നമ്മൾ പ്രവർത്തിച്ച് തുടർച്ചയായി 4 മാതൃകകളൊക്കെ ഉണ്ടല്ലോ. ജി സുധാകരൻ വന്ന ശേഷമാണ് ഇത് കംപ്ലീറ്റ് ഇടതുപക്ഷത്തെ. ഇടയ്ക്ക് വലതുപക്ഷം പോകും. ദിനകരൻ 2 തവണ ജയിച്ചു. കുമാരവിളച്ച സാറ് 2 തവണ ജയിച്ച് RSP ആയി. കൃഷ്ണക്കുറുപ്പ് സാറ് പണ്ട് പിന്നെ VS-നെ തോൽപ്പിച്ചു. സുഗതൻ ജയിച്ചു ഇവിടെ. അങ്ങനെ 6-7 തവണ അവരും ജയിച്ചതാണ്. ജി സുധാകരൻ വന്നതിന് ശേഷമാണ് തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തേക്ക് മാറി. ആ ഒരു മുന്നേറ്റത്തിൽ കഴിഞ്ഞ തവണ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നു. സലാമും ജയിച്ചു. അവർ മാത്രം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കറക്റ്റാണ്. പാർട്ടിക്ക് വേണ്ടിയല്ല. പാർട്ടിക്ക് ദോഷമുള്ള ഒരു കാര്യവും അധികാരത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെ അറിയാതെ പോലും ചെയ്തില്ല. ഭാഗ്യത്തിലെല്ലാം അങ്ങ് ഭരിച്ചു. എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടവും സ്നേഹമായുള്ള ഒരു രീതി വന്നുപോയി. ഞാൻ കുറച്ച് കർഷകക്കാരനാണെന്നൊക്കെ ആളുകൾ അതും പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ഭരണത്തിന് നല്ലതാണെന്ന് തെളിഞ്ഞു. അത് കാണുന്നവരെല്ലാം തോണയിലും കൈയിട്ട് തരുന്ന ചായയും ഭക്ഷണവും വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത്. സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഭരണമാണിത്.
നമുക്ക് ജനങ്ങളോട് പ്രതിജ്ഞയുണ്ട്. അപ്പോൾ അവർക്കോടൊപ്പം സ്ട്രോങ് ആയിട്ട് സീരിയസ് ആയിട്ട് നിൽക്കണം. രാജ്യഭരണമാണ്, അവിടെ ഒന്നും തമാശ പറയേണ്ട കാര്യമില്ല. ആവശ്യമില്ലാതെ ആദ്യം തോളെ കയറേണ്ട കാര്യമല്ല ഭരണാധികാരി. എന്തിന് ഭരണാധികാരി തോളെ കയറണം? എല്ലാവരും ഒരുപോലെയല്ലേ? പിന്നെ ഈ തരത്തിലാണ്. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്, പാർട്ടി തീരുമാനമൊന്നും അറിയില്ല. പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ മത്സരിക്കുക, ജയിക്കുകയും ചെയ്യും. അതൊന്നും പ്രശ്നമില്ല. അതൊരു വിവാദ വിഷയമല്ല. ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളൊരു മഹാകാര്യമല്ല. പക്ഷേ പാർട്ടിയുടെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും അസംബ്ലിയിൽ പോയി ഭംഗിയായി പറയാനും അവിടെ വരുന്ന ഏത് കാര്യ വെല്ലുവിളികളെയും നേരിടാനും പോയിൻ്റ് ഓഫ് ഓർഡർ ആയാലും മറ്റ് ആരോപണം എല്ലാം നേരിട്ട് മറുപടി പറയാൻ പറ്റിയ കുറേ ആൾ വേണം അവിടെ. എന്നാലേ നിയമസഭയ്ക്കൊരു ജീവൻ ഉണ്ടാവുള്ളൂ. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിഷേധിക്കേണ്ട കാര്യം. അത് പറഞ്ഞു, നേരത്തെ ഒരു മാസം മുമ്പ് പറഞ്ഞതാണ്. ഒരു മാസം മുമ്പാണത് പറഞ്ഞത്. അന്നാണ് ബേബിയായിട്ട് ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞത്. അത് ഇപ്പോഴൊന്നും അല്ലത്. അത് മാതൃഭൂമി ഒരു കാർട്ടൂണുമായിട്ട് ഇന്നലെയാണ് കൊടുത്തത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒന്നുമില്ല, തീരുമാനം എടുത്താൽ മത്സരിക്കുക എന്നുള്ള ഡിമാൻഡൊന്നുമല്ല എന്ന് ഉന്നയിച്ചത്. ഞാനങ്ങനെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന അവളുടെ അപൂർവം. ഇത്തവണ ഇങ്ങനെങ്കിലും പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരമായിരിക്കും, ജയിക്കും എന്തായാലും. ആണല്ലോ ഒന്ന് പറയല്ലേ, അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്ന് പറയല്ലേ.